അങ്ങനെ വാട്ടർഫാൾസിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വിറച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചായ സ്നാക്കും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ഫ്രഷായി നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നല്ല ഫുഡായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ മാത്രമല്ലായിരുന്നു, വേറെയും പല ഫാമിലീസും ഉണ്ടായിരുന്നു. മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു, ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രസമായിട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവരെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന കുട്ടികളുണ്ടായിരുന്നു, അവരെല്ലാം നല്ല ഡാൻസൊക്കെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഞങ്ങൾ ജംഗിൾ സഫാരിക്ക് ഇറങ്ങിക്കാണ്. ബസ്സിലാണ്, 3 മണിക്കൂർ ജംഗിൾ സഫാരിയാണ്. കുറച്ച് പന്നികളെയും സിംഹവാലൻ കുരങ്ങിനെയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ കണ്ടു. നല്ല ഉറക്കളച്ച് വന്നിട്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ ക്ഷീണമാണ് മുഖത്ത് കാണുന്നത്. വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് 3 മണിക്കൂർ കാട്ടിനകത്തുകൂടെ സഞ്ചരിച്ചതിനുള്ളൊരു കാഴ്ചയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ജംഗിൾ സഫാരി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇവിടെയാണ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന കായലിലാണ് നമ്മൾ ഇന്നലെ ബോട്ടിംഗ് നടത്തിയത്. ഇവിടെ അടുത്ത് തന്നെയാണ് ഫുഡും റൂമും എല്ലാം. പിന്നെ എല്ലാവരും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് റൂമിൽ പോയി റെഡി ആയിട്ട് ഞങ്ങളെല്ലാവരും ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 3-4 ഗാർഡ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹെൽപ്പിന്. ഈ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ നടക്കാം. പക്ഷെ അവർ പെട്ടെന്ന് പോയി, അവരെ പിന്നെ കണ്ടതേ ഇല്ല. ഇതുപോലത്തെ ഒരു സോക്സ് പോലത്തെ ഒരു സാധനം അവർ തന്നിട്ടുണ്ട് നമുക്ക് കാലിൽ അട്ട കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 6 കിലോമീറ്ററാണ് ട്രക്കിങ്. നല്ല കുത്തനുള്ള കയറ്റവും കുത്തനുള്ള ഇറക്കാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു പകുതി ദൂരത്തും കഴിഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊള്ളാൻ. അവർ ഞങ്ങളോട് പറഞ്ഞു പകുതി ദൂരത്തുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ടയേർഡാവും, പിന്നെ തിരിച്ചു പോരാനും പറ്റില്ല, നിങ്ങൾ എടുത്തുകൊണ്ട് വരാനും പറ്റില്ല, ഞങ്ങൾ പെട്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കോൺഫിഡൻസോടുകൂടെ നടന്നു. എല്ലാവർക്കും മുമ്പിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അട്ടയെ കാണാത്തവർക്കായിട്ട് ഇതാണ് അട്ട. ഇതിനെ കൊല്ലാൻ സാനിറ്റൈസറോ ഉപ്പോ ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല്ല് നമ്മളുടെ ബോഡിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. എൻ്റെ കയ്യിൽ കുടുങ്ങിയപ്പോൾ ഞാൻ പിടിച്ച് വലിച്ചെടുത്തു, അതിനാൽ പിന്നെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഈ ഒരു വാട്ടർഫോൾസും ചെറുതായിട്ടുള്ള ഈ ഒരു വ്യൂ പോയിൻറ്റും അല്ലാതെ ഇവിടെ കൂടുതലായിട്ടൊന്നും കാണാനില്ല. കാട്ടിലൂടെയുള്ളൊരു നടത്തം, മൃഗങ്ങളെ കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. അങ്ങനെയൊക്കെയുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ട്രക്കിങ്ങിൽ എനിക്കൊന്നും തോന്നിയില്ല. എല്ലാവർക്കും മുമ്പേ ട്രക്കിംഗ് പൂർത്തിയാക്കിയതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നത്. ലഞ്ചിന് ശേഷം പിന്നെ ഞങ്ങൾ ഗവിയിൽ നിന്ന് തിരിച്ചു പോന്നു.